ഇന്ന് കുറച്ച് വിശേഷത്തിലൂടെ തുടങ്ങാമെന്ന് കരുതി. മോൾക്ക് വേണ്ടിയിട്ടേ ഒരു എനർജി ബോൾ ഉണ്ടാക്കാമെന്ന് കരുതി. അത് പിള്ളേരുടെ ഭക്ഷണ രീതികളും ജീവിത രീതികളൊക്കെ നമ്മളൊക്കെ വളർന്ന ആ ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും അല്ല. കൂടുതലും ഫാസ്റ്റ് ഫുഡ്സും ബേക്കറി ഐറ്റംസും ഒക്കെ കഴിച്ച് ആരോഗ്യം വേണ്ട രീതിയിലല്ല. അപ്പോൾ എന്താണ് അവർക്ക് സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ള ഒരു എന്താ പറയണ ഒരു കൂടുതൽ ആങ്സൈറ്റിയിലാണ് അമ്മമാരും. പ്രത്യേകിച്ച് ഈ ടീനേജിലേക്ക് കിടക്കുന്ന പെൺകുട്ടികളുടെ അമ്മമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എന്ത് ചെയ്യും. നമ്മളൊക്കെ കടന്നു വന്ന വഴികളിൽ കൂടെയാണ് അവരും കടന്നു പോണത്. എങ്കിലും നമ്മുടെ അമ്മമാരൊക്കെ ഈ ഒരു ഇതൊന്നും മൈൻഡ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയണേണ്, പീരീഡ്സ് ആവുന്ന കുട്ടികളുടെ ആ ഒരു മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയൊക്കെ പറ്റിയിട്ടാണ് പറയണത്. പ്രത്യേകിച്ച് ചില കുട്ടികൾക്ക് നോർമൽ ആ 7 days അല്ലാതെ അതിന് കൂടുതൽ, ചിലർക്ക് 12 ദിവസം, ചിലർക്ക് 15 ദിവസം, അങ്ങനെ ഒരു ദിവസങ്ങളിൽ കൂടെയാണ് അവർ പോണത്. അപ്പോൾ ഹോർമോണിൻ്റെ ചേഞ്ച് ധാരാളം ഉണ്ടാകും. അതോടൊപ്പം ശരീരത്തിന് ക്ഷീണം ഉണ്ടാകും, തലകറക്കം, വോമിറ്റിംഗ് സെൻസേഷൻ, അങ്ങനെ പല മാനസികാവസ്ഥയിലും ശാരീരികാവസ്ഥയിലും കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി അവർക്ക് പഠിക്കാൻ പോകണം, സ്കൂളിലെ ടെൻഷൻ. മോൾക്കാണെങ്കിൽ ചില സമയത്ത് ചിലപ്പോൾ 10-15 ദിവസമൊക്കെ ഉണ്ടാവും പീരീഡ്സ്, ചിലപ്പോൾ 2 മാസം കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഓർത്തപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നിട്ടൊന്നുമില്ല നേരത്തെ. പക്ഷേ എങ്ങനെ ചെയ്യും, കൂടുതൽ ആൾക്കാർ ഇടുന്നതാണല്ലോ എന്നൊക്കെ ഓർത്ത് വീഡിയോ ഇടണ്ടെന്ന് കരുതിയിരുന്നതാണ്. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഞാൻ ഈ കഷ്ടപ്പെടുന്നതല്ലേ, കാര്യം ചെയ്യുമ്പോഴേക്കും അത് വേറൊരാളും കൂടി അറിഞ്ഞ് അത് നല്ലതാണെന്ന് കണ്ട് അവരത് ചെയ്യണമെങ്കിൽ നമുക്കൊരു സന്തോഷമായിരിക്കൂലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നും കൂടെ ഒന്ന് കാണിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇത് പംകിൻ സീഡാണ്. പംകിൻ സീഡ് 250 ഗ്രാമിൻ്റെയാണ് കേട്ടോ, 170 രൂപയാണ്. ഞാൻ ഹോൾസെയിലിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. എറണാകുളം മാർക്കറ്റിൻ്റെ അടുത്ത് സെൻറ്റ് മേരി സ്കൂളിൻ്റെയൊക്കെ അടുത്തായിട്ട് ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് ഞാനൊരു 700 ചില്ലാൻ രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചെങ്കിലും എനിക്ക് 600 രൂപയേ ആയുള്ളൂ. വേറെ ആവശ്യത്തിന് വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർക്കറ്റിൽ പോയത്. അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് ഈ നട്ട്സിൻ്റെയൊക്കെ കടയിൽ കയറണമായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരത്തി വാങ്ങിക്കുന്നുണ്ടപ്പോൾ ഞാനും കൂടെ വാങ്ങിച്ചതാണ്. അപ്പോൾ പംകിൻ സീഡ്, പിന്നെ സൺഫ്ലവർ സീഡ്, പിന്നെ കാഷ്യൂനട്ട് ഫുള്ളായിട്ടുള്ളതിന് വില കൂടുതലായത് കാരണം ഞാൻ ബ്രോക്കണാണ് കേട്ടോ വാങ്ങിച്ചത്. നമുക്ക് എന്തായാലും ഉപയോഗിച്ചാൽ മതിയല്ലോ. അതുപോലെ ചിയ സീഡ്, പിന്നെ ഉണക്കമുന്തിരി കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ ഇതിലെന്തായാലും ഞാൻ ഡേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉണക്കമുന്തിരിയുടെയും കൂടി ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരെണ്ണം മാത്രമേ എടുത്തോളൂ. ഇത് ഡേറ്റ്സ്, ഇത് കുരുവുള്ള ടൈപ്പാണ്. ഇത് കുരു കളഞ്ഞിട്ട് എടുക്കണം. പിന്നെ എടുത്തത് ബദാം കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം ഫ്ലാക്സ് സീഡും കൂടി ഇടുന്നുണ്ട്. എല്ലാം കുറേശ്ശേ ഇടുന്നുള്ളൂ. ഇത് ഞാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ്, ഇതിൽ കുറച്ചുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിന് ചേർക്കുന്നത്. അപ്പോൾ എന്തോരം അളവിൽ ചേർക്കുന്നുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന്, ഇത് ചായ കുടിക്കുന്ന കപ്പാണ്, ഈ ഒരു കപ്പിന് 1/2 കപ്പ് അളവിലാണ് ഞാൻ എല്ലാം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഒരു തവണ ഉണ്ടാക്കിയിട്ടുള്ളൂ. അന്നേരം ഞാൻ ഉണ്ടാക്കിയപ്പം ഇപ്പോൾ ഉള്ള സാധനങ്ങളിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല, വേറെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അതായത് ഞാനത് ഒരു നട്ട്സിൻ്റെ ഒരു ബോക്സായിട്ട്, കുറേ സാധനങ്ങളുള്ള ഒരു ബോക്സായിട്ട് വാങ്ങിച്ചപ്പം അതിൽ സൺഫ്ലവർ സീഡ് ഉണ്ടായിരുന്നില്ല, പംകിൻ സീഡ് ഉണ്ടായിരുന്നില്ല, ചിയ സീഡ് ഉണ്ടായിരുന്നില്ല. അത് പകരം വാൾനട്ട് ഉണ്ടായിരുന്നു, പിസ്ത ഉണ്ടായിരുന്നു, അവോക്കാഡോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അത് മൂന്നുമില്ല. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഹാഫ് വെച്ചിട്ട് കേട്ടോ. ബദാം അതുകൊണ്ട് 1/2 കപ്പ് തന്നെ. പംകിൻ സീഡ് 1/2 കപ്പ്. സൺഫ്ലവർ സീഡ് 1/2 കപ്പ്. കാഷ്യൂനട്ട് 1/2 കപ്പ്. ചിയ സീഡ് 1/2 കപ്പ്. ഫ്ലാക്സ് സീഡും 1/2 കപ്പ് കഷ്ടിച്ചോളൂ കേട്ടോ, കപ്പിൽ കുറച്ച് കുറവാണേ. ഇത്രയും സാധനങ്ങൾ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ഒപ്പം റോസ്റ്റ് ചെയ്ത ശേഷം ഡേറ്റ്സ് ചേർക്കുന്നത് കേട്ടോ. അപ്പം ഇതൊന്നും കഴുകി ഉണക്കിയെടുത്തിട്ടില്ല എന്ന് വെച്ചാൽ
ഈ ഫ്ലാക്സ് സീഡും ചിയാ സീഡൊക്കെ നനഞ്ഞ് കഴിയുമ്പോഴേക്കും കുഴകുഴാന്നായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഞാൻ നനച്ച് അല്ലെങ്കിൽ കഴുകിയിട്ട് ഉണക്കുന്നൊന്നുമില്ല. ഞാൻ ഡ്രൈ ആയിട്ടുള്ള നല്ലൊരു തുണിയിൽ തുടച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നത്. തന്നെ നമുക്ക് ബദാം റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാമിൽ ഇത്തിരി കട്ടി കൂടുതലുള്ളതുകൊണ്ട് ബദാം തനിയെ ഇടാം, അതിനുശേഷം ബാക്കിയുള്ളത് ഇടാം കേട്ടോ. എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. ബദാമിൻ്റെ ഒപ്പം മറ്റേതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ബദാം മാത്രമായിട്ട് ചെയ്യുന്നത് കേട്ടോ. ബദാം ഒന്ന് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബദാം മാറ്റുന്നതിന് കാഷ്നട്ടാണ് കേട്ടോ. പംകിൻ സീഡും സൺഫ്ലവർ സീഡും കൂടി ഒരുമിച്ചാണ് ചെയ്തത്. ചിയാ സീഡും ഫ്ലാക്സ് സീഡും കൂടി ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ എല്ലാം കൂടി ഒന്നുകൂടെ ഇട്ടേക്കാണ്. കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനം ഉണ്ടാവുള്ളൂ. എല്ലാം കൂടെ ഞാൻ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് തണുത്ത് കഴിഞ്ഞ ശേഷം മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഡേറ്റ്സ് അരക്കപ്പ് എടുക്കണമല്ലോ. അപ്പം ഡേറ്റ്സ് ചേർക്കുന്നത് കൊണ്ട് ഷുഗർ ചേർക്കരുത് കേട്ടോ. ഷുഗർ ചേർക്കാതിരിക്കുന്നതാണ് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. ഷുഗറിന് പകരം വേണമെങ്കിൽ നമുക്ക് തേൻ വേണമെങ്കിൽ 1 സ്പൂണ് വല്ലതും ചേർക്കാം. കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടാക്കിയപ്പോഴേക്കും തേൻ ചേർത്തായിരുന്നു. ഫ്ലാക്സ് സീഡിനൊക്കെ ഒരു ചവർപ്പ് പോലെയുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ വേണമെങ്കിൽ മധുരം വേണം അല്ലെങ്കിൽ പിള്ളേർ കഴിക്കൂല എന്നുള്ളതാണെങ്കിൽ കുറച്ച് തേൻ ചേർക്കാം. റോസ്റ്റ് ചെയ്ത സാധനങ്ങളെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടേക്കാണ്. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഡേറ്റ്സും കൂടെ ചേർത്ത് അടിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ നിന്ന് മാറ്റിയിട്ടാണ് ഡേറ്റ്സ് ചേർക്കാൻ പോണത്. ഇത് ഏതാണ്ട് മിക്സിയുടെ 3/4 ഭാഗത്തോളം ഉണ്ട് ഇപ്പോൾ ഇത്രയും ചെയ്തിട്ട് തന്നെ. അപ്പോൾ കുറച്ച് പൗഡർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഡേറ്റ്സും കൂടി ഇട്ട് അടിക്കാൻ പോവാണ് കേട്ടോ. ഡേറ്റ്സ് മാത്രം ഇട്ട് അടിക്കുമ്പോഴേക്കും മിക്സിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. പൊടിയും കൂടി ഒപ്പം ഇട്ട് അടിച്ച കാരണം മിക്സിയിൽ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നില്ല, എടുക്കാൻ സുഖമാണ്. ഇനി എല്ലാം കൂടി വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ബോൾ പിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ചെരുവം പോലുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റിയതാണ് കേട്ടോ. പിന്നെ ഇനി തേൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. തേൻ വാങ്ങിച്ച കുപ്പിയിൽ നിന്ന് മാറ്റിയിട്ട് നല്ല ടൈറ്റുള്ള ഒരു ഇതിലോട്ട് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു കുപ്പിയിലോട്ട് മാറ്റിയിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തേനും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഏകദേശം ഒരു ഉണ്ട പിടിക്കാവുന്ന ഒരു ഇതായിട്ടുണ്ട്. ഇനി ഇത് സാധാരണ ലഡു നെയ്യ് തൊട്ടിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നെയ്യ് അല്ലെങ്കിൽ വെണ്ണ തൊട്ടിട്ട് നമുക്കിത് ഉണ്ട പിടിക്കാം. ലഡു ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ. ഞാനതിനായിട്ട് 1 സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയ്യിലാക്കിയാൽ മതിയല്ലോ. ആദ്യം വെറുതെ ഇങ്ങനെ ഉണ്ട പിടിച്ച് വെച്ചിട്ട് പിന്നെ നെയ്യ് കയ്യിലാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് പിടിച്ചാൽ മതി. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കണത്. എത്ര ഗുണമുള്ളതാണെന്ന് പറഞ്ഞാലും പിള്ളേരെ കൊണ്ട് തീറ്റിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ടാസ്ക് പിടിച്ച പണിയാണ്. അപ്പം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള എനർജി ബോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിനി ഒരു ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമോ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഡോറിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. താങ്ക് യു.